ഇന്ന് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ മൈദയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതുപോലെ കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി കൊടുക്കുക. എന്നാൽ നമ്മുടെ ഒരു പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കോൺഫ്ലോർ ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല ലെയറായിട്ട് തന്നെ ഈ ഒരു പലഹാരം കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ചപ്പാത്തിയിൽ പരത്തുന്ന ആ ഒരു കോയിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കനം കുറച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ഇതാ ഒരു കത്തി വെച്ച് ഇതുപോലെ കുഞ്ഞു പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ലെയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെക്കുന്ന സമയത്ത് പുറം ഭാഗം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും, പക്ഷേ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം തന്നെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പം ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ല ഇതിൻ്റെ ഒരു സ്വീറ്റ് വേർഷനാണ് വേണ്ടതെങ്കിൽ നമുക്കിതൊന്ന് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇത് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഷുഗർ സിറപ്പാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഇടുന്നൂൽ പരുവ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സ്നാക്കിനായത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ആ ഒരു ലെയേഴ്സിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പ് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ഇത് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടൊക്കെ പോയതിന് ശേഷം നമ്മുടെ പലഹാരം ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പലഹാരം എത്രത്തോളം ക്രിസ്പി ആണെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ പലഹാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്